എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൃഷ്ണമോൾ ആകെ വിഷമിച്ച് വീട്ടിലിരിക്കുവാണ്. ആ സമയത്താണ് രേവതിക്കുട്ടി വിളിച്ചിട്ട് മോളെ അലീന ചേച്ചി വന്നോ എന്ന് നോക്കുമ്പോൾ ഇല്ല എന്ന് പറയും. എന്നിട്ട് കൃഷ്ണേച്ചിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാമല്ലോ ആകെ വിഷമിച്ചിരിക്കുവാണ് എന്ന്. അന്നേരം പറയുന്നുണ്ട്, മോള് വിഷമിക്കുമൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, മോൾ എന്നേനും ഫുഡ് കഴിച്ചായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല, എനിക്ക് വിശക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത്, മനോബലം ഉണ്ടെങ്കിലേ നമുക്കിതിനെല്ലാം നേരിടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, മനോബലം വേണമെങ്കിൽ ശരീരത്തിനോട് ആരോഗ്യം വേണ്ടേ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുവാണ്. അന്നേരവും കൃഷ്ണമോൾക്ക് ആകെ വിഷമം. അന്നേരം രേവതിക്കുട്ടി പറയും, വിഷമിക്കേണ്ടതേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ചേച്ചിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയും. എന്നിട്ട് ബബിത എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അവൾ റൂമിലുണ്ട്, ഫോൺ നോക്കുകയോ കിടക്കുകയോ എന്തൊക്കെയോ ചെയ്യുകയാണ്, എന്നോട് മിണ്ടാൻ പോലും വരാറില്ല എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് കാര്യം മനസ്സിലാവും. രേവതിക്കുട്ടി പറയുന്നുണ്ട്, സാരമില്ല മോള് വിഷമിക്കാതിരിക്കാൻ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരു 4 മണി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ടും അലീന ചേച്ചി വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. ഇതിനിടയ്ക്ക് അലീനയെ കാണിക്കുന്നുണ്ട്. അലീനയും കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അന്നേരം ഡ്രൈവർ എടുത്ത് ചോദിക്കുന്നുണ്ട്, സ്റ്റേഷനിലേക്കാണോ അതോ ക്യാമ്പിലേക്കാണോ നമുക്ക് പോകേണ്ടത് എന്ന്. അന്നേരം എസ് ഐ പറയും, ശരിക്കും ഇവളെ കൊണ്ട് പലതും പറയിപ്പിക്കാനുണ്ട്, അങ്ങനെ നോക്കുമ്പം ക്യാമ്പിലേക്കാണ് പോകേണ്ടത് എന്ന്. പക്ഷേ കൂടെ ഇരിക്കുന്ന വനിതാ കോൺസ്റ്റബിൾ പറയും, അത് പറ്റിയല്ല സാറേ, സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോകണം, നമുക്കിവിടെ SHOയുടെ മുമ്പ് ഹാജരാക്കാനുള്ളതാണ്, അതുപോലെ സ്റ്റേഷൻ ഡ്യൂട്ടി ഇന്ന് എനിക്കാണ്, അതുകൊണ്ട് ഇവിടെ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുന്നു. അന്നേരം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾ പറയും, എന്നാൽ ആയിക്കോട്ടെ, സ്റ്റേഷനിലേക്ക് തന്നെ പോകാമെന്ന്. ഇവർ നേരെ സ്റ്റേഷനിലേക്ക് പോരുവാണ്. ഇയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയോ പന്തികേട് അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അലീനയ്ക്കും ചെറിയ ടെൻഷനുണ്ട്, പക്ഷേ അയാളുടെ കലിപ്പ് അലീനയുടെ മുഖത്ത് കാണാം കേട്ടോ. പിന്നെ കൃഷ്ണമോളെയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി അത്രയൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും ഒരു ഇത്തിരി ഒന്ന് ആശ്വാസമായി എന്ന് തോന്നുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് മനുവിനെ വിളിക്കുവാണ്. മനു ഫോൺ എടുത്തിട്ട്, എന്താ മോളെ അവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, മനുവേട്ടാ ഇവിടെ പോലീസുകാർ വന്നു, എന്നിട്ട് അലീന ചേച്ചിയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയി എന്ന്. അധികം അലീനെ കൂട്ടിക്കൊണ്ട് പോയോ, അതിന് അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പോലീസുകാർക്ക് എന്താ അധികാരം എന്ന് മനു ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, കൂടെ വനിതാ പോലീസൊക്കെ ഉണ്ടായിരുന്നു, രോഹിയേട്ടൻ്റെ കേസിനെ പറ്റി എന്തൊക്കെയോ ചോദിക്കാനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ വെച്ച് വീട്ടിൽ വെച്ച് ചോദിക്കാമല്ലോ, അല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് അലീനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല മനുവേട്ട, ഞങ്ങൾ 2 പെൺകുട്ടികൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആകെ വിഷമത്തിലാണ്. അന്നേരം മനു പറയും, മോൾ വിഷമിക്കേണ്ട, ഫോൺ വെച്ചോ, ഞാൻ എന്താ ചെയ്തോളാം, ഗോവർദ്ധനങ്കിളിനെ വിളിച്ച് പറയാം, അതുപോലെ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കോളാം, മോള് ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളോട് ഫോൺ വയ്ക്കാൻ പറയുന്നു. വെച്ച് കഴിയുമ്പോഴും കൃഷ്ണമോൾക്ക് ആകെ സങ്കടവും വിഷമമൊക്കെ വന്നുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുന്ന് കരയാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞ് മനുവിന് അവിടെ ഇരിക്കപ്പുറത്തിയിൽ ആകെ ടെൻഷനോടെ ഇറങ്ങി വരുന്നേക്കും കമലിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് നീ എവിടെ പോവാടാ എന്ന് ചോദിക്കും. എന്നിട്ട് ഞാൻ എല്ലായിടത്തും പോകുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, അതുപോലെ കടപ്പാട്ടൂരും പോകണം എന്ന് പറയുമ്പം കമൽ ചോദിക്കും, അതിന് നീ അവിടെയൊക്കെ പോകണം, ഇപ്പം നീ ഒരിടത്തേക്കും പോകണ്ട, ഹരിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഒരിടത്തേക്കും പോകണ്ടായിരുന്നല്ലോ, ഇപ്പം അലീനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇരിക്കപ്പുറത്തിയില്ല അല്ലേ, അതുകൊണ്ട് നീ ഇപ്പോൾ പോകണ്ട എന്ന് പറയും. അന്നേരം അതെന്താ പോകണ്ടാത്തത്, അമ്മയുടെ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടാണ്, അലീന എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് വയ്ക്കും. അന്നേരം കമല പറയുവാണ്, അവൾ ചെയ്ത തെറ്റ് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്, എനിക്കങ്ങ് ദേഷ്യം വരുമെന്ന് പറയുമ്പോൾ അമ്മ പറ, എനിക്ക് കേൾക്കണം എന്ന് പറയുവാണ് മനു. അന്നേരം കമല പറയുവാണ്, മുത്തശ്ശൻ മരിച്ച 9-ൻ്റെ അന്ന് ഒരു വെള്ളിയാഴ്ചയാണ് അലീന വീട്ടിലോട്ട് വന്ന് കയറുന്നത് എന്ന്. അന്നേരം ആ വെള്ളിയാഴ്ചയ്ക്ക് എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് മനു ചോദിക്കുമ്പം കമല പറയുവാണ്, അച്ഛന് ഒരു പ്രശ്നമില്ലായിരുന്നു, അത്യാവശ്യം കോണിപ്പിടിയൊക്കെ കയറി ഈ വീട്ടിലൂടെ നടന്ന മനുഷ്യനാണ്, അവളെ പോയി കണ്ടിട്ട് വന്നതിന് ശേഷം എത്ര കാലം ജീവിച്ചിരുന്നു, ഒരു കുഴപ്പമില്ലാതെ ചുരുങ്ങിയത് ഒരു 2 വർഷം ജീവിച്ചിരിക്കേണ്ട മനുഷ്യനാണ് മരിച്ചു പോയത് എന്ന് പറയുമ്പം അതും അലീനയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് മനു ചോദിക്കും. അന്നേരം കമല പറയുവാണ്, അവളുടെ ദൃഷ്ടി പതിയുന്നിടം നശിച്ചു പോകും, അവളുടെ കണ്ണ് സർപ്പക്കണ്ണാണ്, അതുകൊണ്ടാണ് ഈ 2 കുടുംബവും ഇപ്പോൾ ഇത്രയും പ്രശ്നത്തിലായതും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതും എന്ന് പറയുവാണ്. അന്നേരം മനുവിന് ദേഷ്യം വരും. മനു പറയുന്നുണ്ട്, അങ്ങനെ സർപ്പദൃഷ്ടിയാണെങ്കിൽ അമ്മയുടെ സ്വഭാവത്തിൽ നിന്നും അമ്മയുടെ രീതിയിൽ നിന്നും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് എന്ന് പറയും.
അദ്ദേഹം കമല ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഇവിടെ വെച്ചിട്ട് കയറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ അവൾ വന്ന് കയറിയതുപോലെ അല്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, തെങ്ങ് കയറ്റക്കാരനും പനചെത്തുന്നവനും ഒക്കെ മുകളിലോട്ട് കയറിയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു നേട്ടം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. എന്നിട്ട് പോകാൻ തുടങ്ങും. അത്തേക്കും കമലയ്ക്ക് ദേഷ്യം വരും. കമല പറയും, അങ്ങനെ നീ ഇപ്പോൾ പോകണ്ട, ഇത്രയും നേരം നിനക്ക് ഒരിടത്തേക്കും പോകണ്ടായിരുന്നു, ഇനിയിപ്പം നീ എന്നെ തനിച്ചാക്കി ഒരിടത്തേക്കും പോകണ്ട, ഇനിയിപ്പോൾ ഇവിടെ പോലീസുകാർ വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തനിച്ച് ഈ വീട്ടിലുള്ളൂ, അതുകൊണ്ട് നീ പോകണ്ട, നിന്നെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാനാണോ അതോ അലീനയാണോ വലുതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് വാതിലടച്ച് പിടിച്ച് എൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുക. ദേഷ്യം വരുന്നുണ്ട് മനുവിന്. മനു അവിടെ നിന്ന് അങ്ങ് പോകുന്നു. എന്നിട്ട് ഗോവർദ്ധനെ വിളിക്കുവാണ്. ഗോവർദ്ധനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു, ഇങ്ങനെ അലീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യമൊക്കെ പറയും. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും, അതെന്തിനാ അലീനെ അറസ്റ്റ് ചെയ്ത്, ആ പെങ്കൊച്ച് എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കുമ്പം എന്താ എന്നറിയത്തില്ല, ചോദ്യം ചെയ്യാനാണ് എന്നാണ് പറഞ്ഞത്, പക്ഷേ അവർക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നും നമുക്കറിയത്തില്ല, എനിക്കാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാൻ മേലാത്തൊരവസ്ഥയാണ്, ഗോവർദ്ധൻ അങ്കിൾ പോയി ഒന്ന് അന്വേഷിക്കാവോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെ ഓൾറെഡി വക്കീൽ ഓഫീസിൽ നിൽക്കുക കേട്ടോ. ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വക്കീൽ ഓഫീസിൽ നിൽക്കുവാണ്, ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് അന്വേഷിക്കാം, എന്താ സംഭവം എന്ന് അറിയണമല്ലോ എന്നിങ്ങനെ പറയുക. പിന്നെ മനു പറയുന്നുണ്ട്, പോയിട്ട് എന്താ സംഭവം എന്ന് എന്നെ വിളിച്ച് പറയണമെന്ന് പറയും. നോക്കട്ടെ, ഞാനൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കട്ടെ എന്ന് ഗോവർദ്ധൻ പറയുന്നു. അത് കഴിഞ്ഞ് ഗോവർദ്ധൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക. ഈ സമയം അലീനയും കൊണ്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. വണ്ടി നിർത്തുന്നതേക്കും മാധ്യമങ്ങളെല്ലാം കൂടെ വളഞ്ഞുകൂടി നിൽക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതും പ്രതിയാണോ അതോ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയാണോ, ഇതിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്നതാണോ എന്നൊക്കെ ചോദിച്ച് 100 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് SIക്ക്. അങ്ങ് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തള്ളി മാറ്റിയിട്ട് അലീനയും കൊണ്ട് അകത്തേക്ക് പോവാണ്. അലീനയ്ക്ക് ഈ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ വന്ന് ഇതുപോലെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടെൻഷനൊക്കെ വരുന്നുണ്ട്. ഏതായാലും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു അലീനെ. അലീന അകത്ത് ചെന്ന് കഴിയുമ്പം സെല്ലിൽ കിടക്കുന്ന ഹരിയും അതുപോലെ രോഹിത്തിനെയും ഒക്കെ കാണുമല്ലോ. രോഹിത്തിനെ കാണുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് അലീനയ്ക്ക്. അലീന ഇങ്ങനെ വളരെ വിഷമത്തോടെ രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അത് കാണുമ്പം അതിലേറെ സങ്കടവും വിഷമവും ഒക്കെ വന്നിട്ട് രോഹിത്ത് ആ ഭിത്തിയിൽ ചാരി കുറച്ച് നേരം നിൽക്കും. എന്നിട്ട് ആ തറയിലേക്ക് ഇരിക്കുവാണ്. ആകെ വിഷമത്തിലാണ് രോഹിത്ത്. ബാക്കിയുള്ളവന്മാരുടെ മുഖത്തൊന്നും അത്ര വിഷമമോ ടെൻഷനൊന്നും കാണുന്നുമില്ല. അപ്പോഴത്തേക്കും ഗോവർദ്ധൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ ചെല്ലുമ്പം ഗോവർദ്ധനെയൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ. ഒരു കോൺസ്റ്റബിൾ ഇറങ്ങി വന്നിട്ട്, സാറോ ഗോവർദ്ധൻ സാറോ എന്താ ഇവിടെ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, എൻ്റെ അളിയനാണ് ബാലേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു, അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ, ആ പെൺകുട്ടിയെ പറ്റിയില്ലേ, അതങ്ങ് പെട്ടെന്ന് ഓർമ്മ വന്നില്ല എനിക്ക്, അവളെ കൂട്ടിക്കൊണ്ട് വന്നത് CA പറഞ്ഞിട്ടാണ്, അവൾ അകത്തുണ്ട് എന്ന് പറയും. അന്നേരം ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ പോയി സംസാരിക്കുകയൊന്നും ചെയ്തേക്കല്ലേ, CA സാർ ആകെ കലിപ്പിലാണ് എന്ന് പറയും. അന്നേരം രമേശ് നമ്പ്യാരെ SI ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പം, അദ്ദേഹം അകത്തുണ്ട്, ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. അങ്ങനെ രമേശ് നമ്പ്യാരുടെ മുന്നിലെത്തുന്നു. അന്തേക്കും അങ്ങനെ ചോദിക്കും, നീ ആ ബാലചന്ദ്രൻ്റെ മാനേജരല്ലേ എന്ന്. അന്നേരം ഗോവർദ്ധൻ പറയും, മാനേജർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരി വിവാഹം കഴിച്ചേക്കുന്നത് ഞാനാണ്, അളിയൻ കൂടിയാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ടോ, താൻ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ആ വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് വന്നത് എന്ന് പറയുമ്പം, അവളെപ്പറ്റി അന്വേഷിക്കാൻ തന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ്. ചുമ്മാ മോട സ്വഭാവമാട്ടോ അയാൾ കാണിക്കുന്നത്. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ആ വീട്ടിൽ ഇപ്പം ആകെ 3 പെൺകുട്ടികളുള്ളൂ, അതിലൊന്നിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് അന്വേഷിക്കേണ്ടേ സാറേ, ആ പെൺകൊച്ചാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കുന്നത്, അതും കൂടി ഇല്ലെങ്കിൽ ആ വീട്ടിൽ പിന്നെ വേറെ ആരുമില്ല, ആ ഒരു അവസ്ഥയാണ്, അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയാണോ, ഏതായാലും അവളൊരു പഠിച്ച കള്ളിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇനിയിപ്പം അവളെ എന്ത് ചെയ്യണമെന്ന് CA സാർ തീരുമാനിക്കും, വേണമെങ്കിൽ അവളെ ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കും, അല്ലെങ്കിൽ റേപ്പ് കേസിൽ 5ാമത്തെ പ്രതിയായിട്ട് അവളെ അങ്ങ് കൂട്ടിച്ചേർക്കും എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും, അങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ, അതിന് അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അന്നേരം SI പറയുന്നുണ്ട്, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങളെ തീരുമാനിക്കുന്നത്, കേസിൽ പെടുത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പെട്ടിരിക്കും എന്ന് പറയുവാണ്. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതൊരു പാവം കൊച്ചാണ്, അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ചെയ്യല, അതുള്ളത് കൊണ്ട് ഇപ്പോൾ ആ വീട് ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പം അങ്ങനെ SI ചോദിക്കുവാണ്, അവളുടെ രീതികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ആ വീട്ടിലെ കുടുംബിനെ അടിച്ചു പുറത്ത് കളഞ്ഞിട്ട് വീട്ടുകാരനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചവളല്ലേ അവൾ, അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയണ്ട, വിശേഷങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലും എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അയ്യോ സാറേ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ, സംഭവിച്ചിട്ടില്ലേ, പിന്നെ എന്തിനാണോ ബാലേന്ദ്രൻ്റെ ഭാര്യ രാത്രി 1:30 മണിക്ക് വീട് വിട്ട് ഇറങ്ങിപ്പോയതും ആക്സിഡൻ്റ് ആയതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുമ്പം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗോവർദ്ധൻ. പക്ഷേ SI സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഇനി ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല, താൻ പോകാൻ നോക്കുക എന്ന് പറയും.
അന്നേരം അലീനയുടെ വിട്ടയക്കുന്നതിനെ പറ്റി ചോദിക്കുമ്പം അതൊന്നും ഇപ്പം നടക്കുകയില്ല, CSR വന്നിട്ട് തീരുമാനിക്കും, താൻ പോകാൻ നോക്കുക എന്ന് പറയും. വേറെ നിവൃത്തിയില്ലാതെ ഗോവർദ്ധൻ അവിടുന്ന് തിരിച്ചു പോരുക. പിന്നീട് രേവതിക്കുട്ടി കാണിക്കുന്നുണ്ട്. രേവതിക്കുട്ടി 4 മണിയാകുമ്പോഴത്തേക്കും രണ്ടുപേർക്കും ചായയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, മമ്മച്ചായനും അതുപോലെ ഗ്രേസിമിക്കും. എന്നിട്ട് രണ്ടുപേരെയും വിളിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുത്തും. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന്. അന്നേരം നീ എന്നെ മജിസ്ട്രേറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതാകാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് രണ്ടുപേരെ വിളിച്ചിരുത്തിയിട്ട് അലീനയുടെ കാര്യം പറയുവാണ്. അലീന ചേച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം, ചേച്ചീനെ ഇതുവരെ സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടില്ല എന്ന്. അന്നേരം അതെങ്ങനെ നീ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൃഷ്ണമോളെ വിളിച്ചായിരുന്നു, അന്നേരമാണ് അറിഞ്ഞത് ചേച്ചീനെ അവിടെ കൊണ്ടുപോയി ഒരു കുറ്റവാളിയെ പോലെ ഒരു മൂലയ്ക്ക് ഇരുത്തിയേക്കുവാന്നാണ് പറഞ്ഞത് എന്ന്. അന്നേരം അതെന്തിനാണ് അവളെ അവിടെ ഇരുത്തിയേക്കുന്നത്, അതിൻ്റെ അകത്ത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് മാമച്ചായനും പറയും, അതുപോലെ രേവതിക്കുട്ടിയും പറയും. എന്നിട്ട് രേവതി ആകെ വിഷമിച്ച് പറയുന്നുണ്ട്, ചേച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണേ, അവരിനി ചേച്ചീനെ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നറിയത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ആകെ വിഷമിച്ചിരിക്കുന്ന രേവതിക്കുട്ടിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് അലീനെ CAയുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. CAയ്ക്ക് അലീനയോട് ദേഷ്യം വരാൻ കാരണം അന്ന് അലീനയുടെ വയറ്റിൽ കത്രിക കുത്തിക്കയറ്റി ഹോസ്പിറ്റലിലായ സമയത്ത് അവിടെ എൻക്വയറിക്ക് വേണ്ടി ചെന്നത് ഈ CA ആയിരുന്നു. അന്നേരം അലീന നുണ പറഞ്ഞല്ലോ, അതിൻ്റെ കലിപ്പ് അങ്ങേർക്കുണ്ട്. അതുകൊണ്ട് അയാൾ അലീനെ വിളിച്ചിരുത്തി പറയുന്നുണ്ട്, അന്ന് നീ കള്ളത്തരം പറഞ്ഞ് യുവമാരെ രക്ഷിച്ചു, ഇനി യുവമാരെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, ഇടിച്ച് പരിപ്പെടുത്തു, അങ്ങനെ ഇടിച്ചൊരു പരുവാക്കിയാണ് അകത്തിട്ടേക്കുന്നത്, ഇനി അവന്മാർ രക്ഷപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല, ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഇനി നീ അവന്മാരെ രക്ഷിക്കാനും ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അലീനയോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയും ബാലേന്ദ്രനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതുകൊണ്ടാണോ അവർ നിന്നെ ഇതുപോലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വരെ ചോദിക്കുന്നുണ്ട്. ആകെ വിഷമത്തിലാണ് അലീന ഒന്നും വിട്ടു പറയുന്നൊന്നുമില്ല. അതുപോലെ ആകെ വിഷമിച്ച് സെല്ലിൽ കിടക്കുന്ന രോഹിത്തിനെയും വിഷമിച്ചിരിക്കുന്ന കൃഷ്ണമോളെയും വൈജിയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.